നിങ്ങൾ ഉണ്ടാക്കിയൊരു ഫുഡ് കാരണം ഒരാളെ നിങ്ങൾ ഇങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ യു ഫീൽ അബൌട്ട് ഇറ്റ്? 2021 ഞാൻ ഉണ്ടാക്കിയൊരു ബ്രൗണി കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഹഷ്മത്ത് പറഞ്ഞതാണ് കേട്ടോ ഇത്. റീസെൻ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങിൻ്റെ സ്റ്റോറി ഇട്ടപ്പോൾ ഹഷ്മത്ത് എന്നോട് പറഞ്ഞു അവൾക്ക് എൻ്റെ ബ്രൗണീസ് കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ടെന്ന്. സോ ഐ തോട്ട് എന്തായാലും അവൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്, ഞാനത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. 2018 കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ സമയം മുതൽ എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു നല്ല ബ്രൗണീസ് എന്ന് പറയുന്നത്. എൻ്റെ കോൺസെപ്റ്റിൽ ബെസ്റ്റ് ബ്രൗണി എന്ന് പറയുമ്പോൾ നല്ല ഒരു ഫ്ലേക്കി ലെയർ ഫസ്റ്റ് വന്ന്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ച്യൂയി ആൻഡ് ഗൂയി ആയിട്ടുള്ള, അധികം മധുരമൊന്നും ഇല്ലാത്ത, എത്ര കഴിച്ചാലും മടുപ്പ് തോന്നാത്ത അങ്ങനത്തെ ഒരു ബ്രൗണി വേണം. ഞാൻ കുറേ ബേക്കിംഗ് മെത്തേഡ്സ് ട്രൈ ചെയ്തു, റെസിപ്പീസ് മാറ്റി നോക്കി, എന്ത് ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ട് ഒരു 2020 ജൂൺ ആ ടൈമൊക്കെ ആയപ്പോഴാണ് എനിക്ക് നല്ല ഒരു ബ്രൗണീസ് ഫൈനലി ഉണ്ടാക്കാൻ പറ്റിയത്. ആൻഡ് അതിനുശേഷം ഞാൻ എൻ്റെ റെസിപ്പി മാറ്റിയിട്ടേ ഇല്ല. ബ്രൗണീസ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ആൻഡ് അത് കഴിച്ചിട്ടുള്ളവരും എന്നോട് അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹഷ്മത്ത് വീണ്ടും എൻ്റെ ബ്രൗണീസ് കഴിച്ചു. അതവൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവളത് കഴിച്ചിട്ട് അവളുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.